നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. വിവരങ്ങൾ വിരൽത്തുമ്പിലറിയാൻ വോട്ടർ ഹെൽപ്പ് ലൈൻ. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസ്സും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കനത്ത ചൂടിന് നേരിയ ആശ്വാസമാവുന്നു. വേനൽ മഴയ്ക്ക് സാധ്യത. ഹൃദയം തൊട്ട് വോട്ടുറപ്പിച്ച് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രദ്ധേയമായി. വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് ജീവനക്കാർക്ക് അസൗകര്യം സൃഷ്ടിക്കും. റഷീദ് അലി തങ്ങൾ. വിശദമായ വാർത്തകൾ. റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു. സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാവൂ എന്ന് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചു. ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഈ മാസം 15, 16, 17 തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഒരുക്കിയിരുന്നു. എന്നാൽ ഇ-പോസ് മെഷീനുകളുടെ സർവേ തകരാറ് മൂലം മസ്റ്ററിംഗ് സുഗമമായി നടത്താനായിരുന്നില്ല. ഇതേ തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ വകുപ്പ് തീരുമാനിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇ-പോസ് മെഷീനിലെ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് NICയും സംസ്ഥാന IT മെഷീനും സർക്കാരിനെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന നിലപാടിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. വെട്ടം ന്യൂസ്, തിരൂർ. രാജ്യത്താകമാനമുള്ള വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സേവനങ്ങളും വിവരങ്ങളും ലഭിക്കാൻ സഹായകമാവുന്ന ആപ്ലിക്കേഷനാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൈനാമിക് പോർട്ടലിൽ നിന്നും തത്സമയ ഡാറ്റ ഈ ആപ്പ് വഴി ലഭ്യമാക്കുന്നു. വോട്ടർമാരെ പ്രചോദിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയുമാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രധാന ലക്ഷ്യം. വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും സാധിക്കും. വോട്ടർ പട്ടികയിൽ പേര് തിരയാനും വോട്ടർ രജിസ്ട്രേഷനും പരിഷ്കരണത്തിനും ഫോമുകൾ സമർപ്പിക്കാനും ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും പരാതികൾ നൽകാനും കഴിയുന്ന സമഗ്രമായ ആപ്ലിക്കേഷനാണിത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വരുന്ന OTP രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ലോഗിൻ രജിസ്ട്രേഷൻ നടത്താം. തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ, ഫോൺ, ഇമെയിൽ ID, ജനന തീയതി, വിലാസം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് വോട്ടറായി പേര് രജിസ്റ്റർ ചെയ്യാം. ആപ്ലിക്കേഷനിൽ നിന്നും ലഭിക്കുന്ന പ്രധാന സേവനങ്ങൾ വോട്ടർ പട്ടിക തിരയൽ, പുതിയ വോട്ടർ രജിസ്ട്രേഷനായി തെരഞ്ഞെടുപ്പ് ഫോമുകൾ പൂരിപ്പിക്കൽ, മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യൽ, ഓവർസീസ് വോട്ടർമാർക്കുള്ള സേവനങ്ങൾ, വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യൽ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കൽ, എൻട്രികളുടെ തിരുത്തൽ, നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ തന്നെ ട്രാൻസ്പോസിഷൻ ചെയ്യൽ എന്നിവ ഈ ആപ്പിലൂടെ സാധിക്കും. തിരഞ്ഞെടുപ്പ് സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യാനും അതിന്റെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും. സ്ഥാനാർത്ഥികളുടെ വിവരം അറിയുന്നതിന് വോട്ടർമാർക്കുള്ള മറ്റു അത്യാവശ്യ സേവനങ്ങളും വിവരങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, വെട്ടം. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസ്സും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 10ഓളം പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശിയും ഗുഡ്സ് വാനത്തിലെ ഡ്രൈവറുമായ 50 വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ഞാൻ എറണാകുളത്തിന് മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എടപ്പാൾ മേൽപ്പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. തല ചെന്ന് ഇവിടെ ഇടിച്ചപ്പോഴാണ്, സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ലോറിയുടെ ആൾ ഇപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്.
ബസ്സിൽ ഏകദേശം ഒരു 10-11 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഫ്രണ്ടിലൊരു 6-7 ആൾക്കാരും ബാക്കിക്ക് അവിടെ ആയിട്ട് 1-2 ആൾക്കാരുണ്ട്. അത്യാവശ്യം ശബ്ദം ഉണ്ടായിരുന്നു. ഞാൻ തല സീറ്റിൽ ബാക്കിലിടിച്ച് ശേഷമാണ് എണീക്കുന്നത്. അപ്പോഴാണ് എന്താ സംഭവം എന്ന് അറിയുന്നത്. ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസും കൊറിയൻ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. KSRTCയുടെ മുൻവശത്തേക്ക് ഇടിച്ചു കയറിയ ഗുഡ്സ് വാനിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവറാണ് ദാരുണമായി മരിച്ചത്. 2.5 മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. KSRTCയിലെ യാത്രക്കാരായ 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി 50 വയസ്സുള്ള സുകുമാരനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടം ന്യൂസ്, പൊന്നാനി. കൊടും ചൂടിൽ വിയർത്ത് വലയുന്ന കേരളത്തിന് ഒടുവിൽ വേനൽ മഴയുടെ ആശ്വാസമെത്തുന്നു. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നോക്കിയാൽ വേനൽ മഴ എത്തുമെന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ വേനൽ മഴ ലഭിച്ചേക്കും. നാളെ 10 ജില്ലകളിലും മറ്റന്നാൾ 12 ജില്ലകളിലുമാണ് കേരളത്തിൽ മഴ സാധ്യതയുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത. മറ്റന്നാൾ ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴ സാധ്യതയുണ്ട്. വേനൽ മഴ നാളെയോടെ എത്തുമെങ്കിലും തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വെട്ടം. എത്തുന്നിടത്തെല്ലാം ഹൃദയം തൊട്ട് വോട്ടുറപ്പിച്ച് പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇടതുപക്ഷം മത്സരിക്കുന്നത് അവരുടെ പാർട്ടിയെ നിലനിർത്താനാണ്. അങ്ങനെ ഒരു വളരെക്കെടുത്ത ഒരു സ്ഥാനാർത്ഥിക്ക് പാർട്ടിയുടെ ചിഹ്നം കൊടുത്ത് ഇതിൽ മത്സരിപ്പിക്കുകയാണ്. അത് പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മറിച്ച് സമദാനി സാഹിബ് മത്സരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവുമൊക്കെ രാവിലെ തന്നെ കാണാൻ വന്നവരെ നേരിൽ കണ്ട് സമദാനി എടയൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി കരേക്കാട് ചങ്കുണ്ടംപടിയിൽ നാഷണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിലും വളാഞ്ചേരി മുനിസിപ്പൽ UDF കുളമംഗലം നദാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിലും പങ്കെടുത്തു. കുറ്റിപ്പുറം പഞ്ചായത്ത് UDF കമ്മിറ്റി പുജൈറ പാലസിൽ സംഘടിപ്പിച്ച സ്നേഹസദസ്സ് ഉച്ചച്ചൂടിലും ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു. ഇരുമ്പിളിയം പഞ്ചായത്ത് UDF കമ്മിറ്റി വലിയകുന്ന് മുന്നാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മാനവ സൗഹൃദ സദസ്സിൽ പങ്കെടുത്തു. MES KVM കോളേജ് വളാഞ്ചേരി, മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുറമണ്ണൂർ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. സ്ഥാനാർത്ഥി എത്തുന്നിടത്തെല്ലാം കൊടും വെയിലിലും നിരവധി പേരെത്തി. നേരിൽ കണ്ടവരുടെ വോട്ടുകൾ ഹൃദയം കൊണ്ടുറപ്പിച്ചാണ് സമദാനി വേദി വിട്ടത്. ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണെന്നും അതിനാൽ UDF വിരുദ്ധ വോട്ടുകളാക്കിയും BJPയെ സഹായിക്കലാണെന്നും സ്നേഹസംഗമം വിളിച്ചോതി. കന്നി വോട്ടർമാരും യുവതികളും സ്ത്രീകളും വൃദ്ധരുമടക്കം നിരവധി പേരാണ് ശക്തമായ ചൂടിലും സമദാനിയെ കാണാൻ ഒത്തുകൂടിയത്. വാഹനാപകടത്തിൽ മരണപ്പെട്ട തിരൂരങ്ങാടി PSMO കോളേജ് MSF യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും കോളേജ് യൂണിയൻ സ്റ്റുഡൻസും എഡിറ്ററുമായ KV സാദിഖിന്റെ ജനാസ സന്ദർശിച്ചു. വളാഞ്ചേരി പുറമണ്ണൂരിൽ മരണവീട് സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, വെട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വോട്ടെടുപ്പ് ഏപ്രിൽ 26 വെള്ളിയാഴ്ച നടത്താൻ തീരുമാനിച്ചത് പ്രതിഷേധാർഹമെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യാത്രയപ്പും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘകാല സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന CTP ഉണ്ണി മൊയ്തീൻ, PP സൈദലവി, PK അബ്ദുൾ ജബ്ബാർ, അബ്ദുൾ മജീദ് പറങ്ങോടത്ത്, ഹമീദ് അലി ഉണ്ണിയാലുക്കൽ, P ജമാലുദ്ദീൻ, C അബ്ദുറഹിമാൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് NP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. AK സൈനുദ്ദീൻ, M അഹമ്മദ്, സംസ്ഥാന ഭാരവാഹികളായ KM അബ്ദുള്ള, PKM ഷഹീദ്, മജീദ് കാടേങ്ങൽ, VA ഗഫൂർ, PV ഹുസൈൻ, KT അമാനുള്ള, റഹീം കുണ്ടൂർ, K ഫസലുൽ ഹഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി, ജില്ലാ ഭാരവാഹികളായ KM ഹനീഫ, സഫ്തർ അലി വാളൻ, PV ജലീൽ വൈരങ്കോട്, AK നാസർ, K ഫെബിൻ, അഷ്റഫ് മേച്ചേരി, AV ഇസാഖ്, KP ജലീൽ, K റഷീദ്, C മുനീർ, AA സലാം, KP ഫൈസൽ, സാദിഖ് അലി ചീക്കോട്, KT സക്കീർ ഹുസൈൻ, PP സൈദലവി, മുസ്തഫ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.